ഹായ്, കിച്ചൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിവിടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. ഈ വീഡിയോ കാണുന്നവർ ദയവായി എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബ് തരിക. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. ഫ്രൈഡ് റൈസിന് വെള്ളത്തിൻ്റെ കണക്കൊന്നും ആവശ്യമില്ല. ഞാനിവിടെ 1/4 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. ആ വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 3 ഏലയ്ക്ക, 1 ഗ്രാമ്പു, കുറച്ച് പട്ട. എൻ്റെ കയ്യിൽ 1 ഗ്രാമ്പേ ഉള്ളൂ. നിങ്ങളിലുണ്ടെങ്കിൽ 3 ഗ്രാമ്പു ആഡ് ചെയ്യാം. അതും ആഡ് ചെയ്ത് അതിനകത്ത് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഇട്ടാം. എന്നിട്ട് വെള്ളം നല്ലതുപോലെ തിളച്ചതിന് ശേഷം കഴുകി വെച്ചിരിക്കുന്ന അരി അതിലേക്ക് ആഡ് ചെയ്യാം. അരി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായി വടിച്ചിടണം. അരിയുടെ വെള്ളം എല്ലാം പോയി ഈ ചോറ് നന്നായി തണുത്ത് വരണം. ഇനി വേറൊരു പാത്രം എടുത്ത് അതിലേക്ക് 200 ഗ്രാം ചിക്കൻ ആഡ് ചെയ്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കനാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസും 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയും ആഡ് ചെയ്ത് നന്നായി കുഴച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നന്നായി വിരവി റെസ്റ്റ് ചെയ്യാൻ വച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്യാം. ഇത് അവിടെ ഇരുന്ന് മൊരിയട്ടെ. വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വീണ്ടും സൺഫ്ലവർ ഓയിൽ വീഴ്ത്തി അതിലേക്ക് ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ട്. 3 മുട്ടയിൽ 1/4 ടേബിൾ സ്പൂൺ സോയ സോസ്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി പതച്ചെടുക്കുക. എടുത്തതിന് ശേഷം ഈ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് മുട്ടയിട്ട് നല്ലതുപോലെ ചിക്കിയെടുക്കാം. ഇങ്ങനെയാണ് മുട്ട ചിക്കിയെടുക്കാനുള്ളത്. ചിക്കിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ ചിക്കൻ പൊരിക്കാനിട്ടിരുന്നു. അത് ഒരു സൈഡ് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അടുത്ത സൈഡ് മറിച്ചിട്ട് നല്ലതുപോലെ മൊരിച്ച് കോരിയിട്ടുണ്ട്. ഇനി ഈ വേറൊരു ചട്ടി, വലിയൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ഈ ചിക്കൻ പൊരിച്ച എണ്ണ തന്നെ അതിലേക്ക് ഞങ്ങൾക്ക് ഒഴിക്കാം. ഒഴിച്ച് ഈ എണ്ണയിലാണ് ഞാൻ ബാക്കിയെല്ലാം ഫ്രൈ ചെയ്യാൻ പോകുന്നത്. ഗ്യാസ് ഫുൾ ഫ്ലെയിമിലിട്ട് ക്യാരറ്റ്, ക്യാപ്സിക്കം, ബീൻസ് എന്നിവ അതിലേക്ക് ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. നല്ലതുപോലെ മൂത്ത് വരണമെന്നില്ല. ഇതുപോലെ ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം വെള്ളം തോരാൻ വെച്ചിരുന്ന നല്ല തണുത്ത ചോറ്, ഇത് നന്നായി തണുത്തിട്ടൊന്നുമില്ല, ചെറിയൊരു ചൂടുണ്ട്. ആ ചോറും അതിലേക്ക് ആഡ് ചെയ്ത് സവാളയുടെ അവസാനത്തെ ആ വെള്ള പോർഷൻ ഉണ്ടല്ലേ, ആ സവാള അതിലേക്ക് കുറച്ച് അരിഞ്ഞിടാം. അതും അരിഞ്ഞിട്ട് നന്നായി ഒന്ന് നമുക്ക് ഇളക്കാം. ഇളക്കിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ നിറയെ സോയാ സോസും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ഇതിലേക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് ഇത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. ഈ സോസുകളെല്ലാം ഈ ചോറിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇതിലേക്ക് ഞാൻ ഇനി ഉപ്പൊന്നും ആഡ് ചെയ്യുന്നില്ല. കാരണം അരി വേവിച്ചപ്പോഴും ചിക്കൻ പൊരിച്ചപ്പോഴും മുട്ട ചിക്കിയപ്പോഴൊക്കെ ഞാൻ ഉപ്പിട്ടിരുന്നു. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളകും ആഡ് ചെയ്ത് ചിക്കി പൊരിച്ച് വെച്ചിരിക്കുന്ന മുട്ടയും നന്നായി മൊരിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് നമുക്ക് ഇപ്പോഴെല്ലാം ഗ്യാസ് ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് ഇരിക്കുന്നത്. നല്ലതുപോലെ ഈ ചോറിനെയും ചിക്കനെയും മുട്ടേനെല്ലാം കോട്ട് ചെയ്ത രീതിയിൽ നല്ലതുപോലെ നമുക്കിതിലിട്ട് മൊരിച്ചെടുക്കാവുന്നതാണ്. ഇതിൽ വേറെ ഞാൻ നെയ്യോ പിറകു ഉപ്പോ ഒന്നും ചേർക്കുന്നില്ല. കാരണം എല്ലാത്തിലും ഉപ്പുണ്ട്. ഞാൻ ഉപ്പ് ഇപ്പോൾ നോക്കി, എല്ലാം പാകത്തിനുണ്ടായിരുന്നു. ഫ്രൈഡ് റൈസ് അടിപൊളിയാന്ന് വന്നിട്ടുണ്ട്. എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ഫ്രൈഡ് റൈസ് എല്ലാം സെറ്റാക്കി വെച്ചാൽ എളുപ്പമാണിത് ചെയ്യാൻ. അടിപൊളി ടേസ്റ്റുമാണ്. എല്ലാവരും ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു.